പിന്നെ ഞാൻ സ്ഥിരമായി യാത്ര ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഈ എന്റെ സുഹൃത്തുക്കളൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാ, ജോലി ചെയ്യുന്ന മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു സൗകര്യം സമയം നോക്കിയിട്ടാണ് ഞങ്ങൾ കാണുന്നതും ഇന്ററാക്ട് ചെയ്യുന്നതും യാത്രകൾ പോകുന്നതും. അതിൽ കൂടുതൽ ആണുങ്ങളുണ്ട്. ബട്ട് പെണ്ണുങ്ങൾ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച ഫ്രണ്ട്സായിട്ട് ഞാൻ ഒരു 3 ദിവസം മുമ്പ് ഗെറ്റ് ടുഗെദർ വെച്ചു. അവരെ ഞാൻ കാണുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. സോ മോറോവർ എനിക്ക് 2 ടൈപ്പ് ഓഫ് ഫ്രണ്ട്സും ഉണ്ട്. ബട്ട് എന്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ നമ്മുടെ വർക്ക് പാറ്റേൺ എങ്ങനെയാന്നുള്ളത്. ചിലപ്പോൾ ഞാനൊരു 10 ദിവസം വെറുതെ ഇരിക്കുകയാണെങ്കിൽ അടുത്ത 10 ദിവസം ഞാൻ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പം 10 ദിവസം നമ്മൾ അവൈലബിൾ ആയിട്ട് പിന്നീട് ഒരു 10 ദിവസം ഭയങ്കര സീരിയസ് ആയി അവൈലബിൾ അല്ലാതെ ഇരിക്കുമ്പോൾ ആളുകൾ പരാതി പറയാറുണ്ട് മോസ്റ്റ്ലി. അപ്പം ചില ഫ്രണ്ട്ഷിപ്പുകൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാറില്ല. ഇപ്പം എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അവൾ അയർലൻഡിലാണ്, ഇന്ദു എന്ന് പറയും. ഞാൻ അവളോട് 1.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ സംസാരിച്ചിട്ട്. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് ഭയങ്കര ഡീപ്പ് ബോണ്ടാ. ആളെ എനിക്ക് കാണണമെങ്കിൽ ആൾ ഇനി നാട്ടിൽ വന്നാലും എനിക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ബട്ട് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാ. അതെങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഫ്രണ്ട്ഷിപ്പിന്റെ കേസിൽ ഇങ്ങനെയാണ് എന്റെ ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഉള്ളത്. അത് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമുണ്ട്. മെറീനെ നമ്മള് ഇപ്പൊ ലാസ്റ്റ് ടൈം ഞാൻ കണ്ടിട്ട് എനിക്കൊന്നൊരു 3-4 മാസം എന്തായാലും കുറഞ്ഞതായി. ബട്ട് വീണ്ടും ഇന്ന് കാണുമ്പോഴേക്ക് നമ്മൾ ഇന്നലെ കണ്ട് ബൈ പറഞ്ഞു പോയ പോലെ. ഞാനും അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആളുകളിൽ നിന്ന്. കാരണം എനിക്ക് എന്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് തോന്നുന്ന സാധനം ഞാൻ റിയാക്ട് ചെയ്യുള്ളൂ. എനിക്ക് താങ്കളെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സ്മൂത്ത് ആയിട്ട് ഞാൻ അവോയ്ഡ് ചെയ്യാൻ എനിക്കറിയാം. അതിനും കഴിവുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് ജനുവലി ഒരാളെ ഭയങ്കര ഇതാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് ചിലപ്പോൾ ഞാൻ എപ്പോഴും കോണ്ടാക്ട് വേണമെന്നില്ല. പക്ഷെ കാണുമ്പോൾ അതുണ്ടാവും, ആ സാധനം ഉണ്ടാവും. ലൈക് whenever you need me I'll be there എന്നുള്ള സാധനം എപ്പോഴും എന്റെ മൈൻഡിൽ ഉണ്ടാവും. അതെ, ആ ഒരു ആവശ്യത്തിന് അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ്. ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇപ്പം നമ്മള് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനോ ഷെയർ ചെയ്യാനോ ഒരു ഹെൽപ്പോ ഒന്ന് കാണാൻ തോന്നുകയാണെങ്കിലൊക്കെ. അതിഥിയൊക്കെ എന്റെ നല്ല സുഹൃത്താ. ഞങ്ങൾ കണ്ടിട്ട് തന്നെ 1.5-2 വർഷമായി തോന്നുന്നു. നമ്മൾ ഒരേ ഇൻഡസ്ട്രിയാണ്, ഒരേ നാട്ടിലാണ്, കൊച്ചി തൊട്ടടുത്ത് എവിടെയാണ് അവള് താമസിക്കുന്നത്. ബട്ട് വി ഡോണ്ട് നോ, ലൈക്ക് എല്ലാരും തിരക്കുള്ള ആളുകളല്ലേ. സ്റ്റിൽ ബട്ട് ഇപ്പൊ ഒന്ന് വിളിച്ച് മെറീന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. അതാണ് അതിന്റെ ഒരു സംഭവം. അപ്പോ സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഏറ്റവും പുതുതായിട്ട് നിൽക്കുന്നത് രാജകന്യകയിലാണ്. അപ്പോ ഇതിലെ ഒരു റോളിനെ കുറിച്ച് പറയാനാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇതിൽ ആക്ച്വലി വളരെ ചെറിയ സ്പാൻ ഓഫ് ടൈമിലുള്ള ഒരു ഗസ്റ്റ് അപ്പിയറൻസ് തന്നെ ക്ലിയർ കട്ടായിട്ട് പറയാം. ഏഞ്ചൽ ആണ് ഇതില്. മൈക്കിൾ എന്ന് പറയുന്ന മിക്കായൽ എന്ന് പറയുന്ന മാലാഖയാണ്. അപ്പം നമ്മള് ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ലേ, ചില പള്ളികൾ വളരെ ഫേമസ് ആയിരിക്കുമല്ലോ, മാതാവ് പ്രത്യക്ഷപ്പെട്ടു അങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റിലുള്ള. അപ്പം ഈ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ശരിക്കും ഭൂമിയിൽ നിന്നും ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ഒരു മാലാഖ വരുന്നുണ്ട് ഇത്ര. അങ്ങനെയൊക്കെ ബൈബിളിലുണ്ട്. എന്നോട് ഞാൻ ബൈബിളിന്റെ കാര്യത്തിലും ക്രിസ്ത്യാനിറ്റിന്റെ കാര്യത്തിലും വളരെ പുറകോട്ടായതുകൊണ്ട് ഡയറക്ടർ പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പം ആ ഒരു മാലാഖയായിട്ടാണ് എന്നെ ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സിനിമയുടെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു പോർഷനിൽ ഒരു നല്ലൊരു റോള് പ്ലേ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ കുറച്ച് സസ്പെൻസ് എലിമെന്റും ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് പറയാൻ പറ്റില്ല. എന്തായാലും നല്ലൊരു സിനിമയായിരിക്കും. അതെ, നല്ല സിനിമയായിരിക്കും. ഫേക്ക് ഫ്രണ്ട്ഷിപ്സ് അല്ലെങ്കിൽ ടോക്സിക് ഫ്രണ്ട്ഷിപ്പ്, ടോക്സിക് പീപ്പിൾ, ഫേക്ക് പീപ്പിൾ, ഇത്തരം ആളുകൾ ലൈഫിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. ഈസിലി കട്ട് ഓഫ് ചെയ്യുന്നു. അതെനിക്ക് ഞാൻ ഭയങ്കര മാസ്റ്റേർഡാ. എനിക്ക് പെട്ടെന്ന് ആൾക്കാരെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റും ലൈഫിൽ നിന്ന്. മേ ബി അതൊരു 3 വർഷം 5 വർഷം 10 വർഷം എത്ര വർഷം ആയിക്കോട്ടെ. ബട്ട് എനിക്ക് എന്റെ മൈൻഡിനെ ഹെൽത്തി എല്ലാം തോന്നിക്കഴിഞ്ഞാൽ ലോങ്സ്റ്റ് റിലേഷൻഷിപ്സ് ഐ റിയലി ഡോണ്ട് കെയർ. ഇല്ല ആണ്ടില്ല എന്നാലും. കാരണം ഞാൻ ഉണ്ടെങ്കിലല്ലേ എനിക്കിതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ബോധം വേണം, എനിക്ക് സെൻസ് വേണം, എനിക്ക് ആളുകളോട് സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റണം. ഇതെല്ലാം ഇങ്ങനത്തെ ആളുകൾ നമ്മളെ ലൈഫിൽ വരുമ്പോൾ കിളി പോയ അവസ്ഥയായിരിക്കും, ഫോക്കസ് കിട്ടില്ല. അപ്പൊ ഞാൻ എപ്പോഴും ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, ഞാൻ ആരെയും മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഫോൺ എടുക്കാറില്ല. എപ്പോഴുള്ള പരാതി ആളുകൾക്ക് എന്തുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഫോൺ എടുക്കാറില്ല. ഞാനൊരു മീറ്റിംഗിലാണെങ്കിലോ ഞാൻ ആളുകളുടെ അടുത്ത് സംസാരിക്കാൻ പോകുമ്പോൾ ഞാൻ ഫോൺ യൂസ് ചെയ്യാറില്ല. അപ്പൊ ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന ആളാ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ എന്റെ ലൈഫിൽ ഇനി അതും കൂടെ വരാനുള്ളൂ എന്ന് പറയില്ലേ, ടോക്സിക് ആളുകളും കൂടെ വരുന്ന സമയത്ത് അത് എന്റെ ഉറക്കത്തിന് ബാധിക്കും. അതാണല്ലോ ഇമ്പോർട്ടന്റ്. ഉറക്കം ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മളുടെ സമയം പ്രശ്നമാണ്, നമ്മളുടെ ബാക്കിയുള്ള ജോലിനെ ബാധിക്കും. അപ്പോൾ ക്വാളിറ്റി ടൈം പോവില്ലേ. എത്ര കാലം ജീവിക്കും മനുഷ്യൻ? നമുക്കറിയില്ല എത്ര കാലം നമ്മൾ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഹെഡായിട്ട് ചിന്തിക്കുന്ന ആളാട്ടോ. ലൈക് ഓവർ തിങ്കർ ആണോ? ഓവർ തിങ്കർ അല്ല, ബട്ട് ഐ എം ലൈക്ക് ഒരു പ്രാക്ടിക്കൽ തിങ്കിങ് ഉള്ള ആളാണ്. എൻ്റെ എന്താ പറയാ, ഞാനൊരു 10 years 15 years ഉള്ള സമയത്തെ ഐ തിങ്ക് ലൈക്ക് 25-30 ആ ഒരു ഇതിൽ.
അപ്പൊ ഞാൻ ഭയങ്കര മെച്ചൂർഡ് കവിഞ്ഞ ആ മെച്ചൂരിറ്റി ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇപ്പൊ ചിലപ്പോൾ ആളുകൾ വിചാരിക്കുമായിരിക്കും എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ ഇത്ര ഇതായിട്ട്. ഐ റിയലി തിങ്ക് ഇനി എത്ര കാലം ജീവിക്കുന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഉള്ള ടൈമിൽ നല്ല വെളിവോടെ ഇരിക്കുക എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ മീ. അങ്ങനെ സോ ഞാൻ അതിനെ ആ രീതിയിലാണ് കാണുന്നത്. കുറച്ചുകൂടെ ദീർഘവീക്ഷണമുള്ള ആളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, മണി ഓർ ലവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? ലവ്, ഒബ്വിയസ്ലി ലവ്. ലവ് ആസ് ഇൻ ജെനുവിൻ. മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം പൈസ നമ്മുടെ സർവൈവിങ് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൈസ ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. പക്ഷെ ഒരു പ്രയോറിറ്റി കൂടുതൽ ഞാൻ എപ്പോഴും ലവിന് കൊടുക്കും. ബട്ട് മണി ഷുഡ് ഫോളോ. മണി ഷുഡ് ബി ഓൾവേസ് ദർ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു പൈസയൊന്നും ഇല്ല, നമ്മൾ ഭയങ്കര പൊട്ടിപ്പാളീസായി, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുണ്ടോ? ഞാൻ വിചാരിച്ച ആളുകൾ എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. പിന്നെ അങ്ങനെ മണി ഓറിയന്റഡ് ആയിട്ട് ആളുകൾ അങ്ങനെ ഒരാളെ ഞാൻ കീപ്പ് ചെയ്യാറില്ല. ഒന്നാമത്തെ ഞാൻ ആളുകളായിട്ട് സാമ്പത്തിക ഇടപാടുകൾ വളരെ കുറവാണ്. ഞാൻ അങ്ങോട്ടും പ്രൊവൈഡ് ചെയ്യാറില്ല, അവർ അവിടെ നിന്ന് ഇങ്ങോട്ടും എടുക്കാറില്ല. ബട്ട് ചോദിച്ചാൽ എനിക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സഹായിക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകൾ മാത്രമേ എൻ്റെ കൂടെ സർക്കിളിലുള്ളൂ. അപ്പം പിന്നെ എല്ലാവരും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെന്നില്ലല്ലോ. അപ്പം ഞാനും അത്ര ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആളല്ല. ബട്ട് എനിക്ക് ഞാൻ വർക്ക് ചെയ്യാം. യുനോ മേക്കിംഗ് ഗുഡ് മണി ഈസ് വെരി ടഫ്. ബട്ട് ഐ മേക്ക് ഗുഡ് മണി എന്നുള്ളത് ഇസ് എ പ്രോസസ് അല്ലേ. അപ്പം എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു നല്ല ടൈം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ആളാണ് ഞാൻ. ബട്ട് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പറഞ്ഞ പോലെ പൈസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൈസ ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കൂല. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വാല്യൂ വരെ വരുത്തുള്ളൂ. അങ്ങനെ വാലിഡേറ്റ് ചെയ്യുന്ന ആളുകൾ വരെ ഉണ്ട്. അതെ, അതാ ഞാൻ ചോദിച്ചത്. ഇപ്പോ നാളെ ഒരു കാലത്ത് സിനിമയില്ല, ലൈക് സിനിമ എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ഗ്രാൻഡഡ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും മെറീന ചൂസ് ചെയ്യുന്ന പ്രൊഫഷൻ? എനിക്ക് സിംഗിങ് ഭയങ്കര ഇഷ്ടമാണ്. ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് തന്നെയാണ് ആഗ്രഹം. എൻ്റെ ആഗ്രഹം അതാണ്. പ്ലസ് ഈ പറഞ്ഞ പോലെ ഞാനൊരു ക്യാപ്ചർ ഡേയ്സ് എന്ന് പറയുന്ന ഒരു ടൂറിസം ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയിൽ അവരുടെ PR മാർക്കറ്റിംഗ് ഹെഡും കൂടെയാണ്. അപ്പൊ പാരലലി അത് പോകുന്നുണ്ട്. സോ സിനിമ ഇല്ലെങ്കിൽ ഇതുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതില്ലെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. എനിക്ക് ആരോഗ്യം മാത്രം മതി, പ്രോപ്പറായിട്ട് ആരാണോ തരുന്നത് അയാൾ തന്നാൽ മതി എന്നും നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായാൽ മതി എന്നുള്ളത് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതാണ് എൻ്റെ ഗോൾ. ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളത്, കിടപ്പിലാവരുത് എന്നുള്ളതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുത് എന്നുള്ളതും ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. അപ്പം അതുകൊണ്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്ത് ജോലി കിട്ടിയാലും ഞാൻ ചെയ്യും. കം വാട്ട് മേ. ലൈക്ക് അതൊരു ടീച്ചിങ് എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ ക്യാബിൻ ക്രൂ ആവാനൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് അതൊക്കെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അതൊക്കെ ഇങ്ങനെ പൊലിഞ്ഞു പോകുമെന്ന് പറയില്ലേ. പിന്നെ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ആർട്ടിസ്റ്റ്-ആയി. അപ്പം ഇതിലിനി സസ്റ്റെയിൻ ചെയ്യാൻ ഞാൻ മാക്സിമം നോക്കും. ഇൻഡസ്ട്രിയിൽ ഈ പറഞ്ഞ പോലെ ടൈം മാറുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇറ്റ്സ് ഓക്കെ, വേറെ എന്തെങ്കിലും പരിപാടി നോക്കും. അപ്പൊ എന്തായാലും ലൈക്ക് നമ്മൾ കുറെ ടോപ്പിക്സ് സംസാരിച്ചു, ഏതൊക്കെയോ മേഖലകളിൽ പോയി, ബട്ട് എല്ലാം വാസ് കണക്റ്റഡ് അല്ലേ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും നമുക്ക് ഒരുപാട് കോൺവെർസേഷൻസിന് ഇരിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.